എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പോയി ചോദിക്കുകയാണ് എപ്പോഴാണ് ഭക്ഷണമാവാം, വാട്ട് ടൈം ഇസ് ഡിന്നർ. അപ്പോൾ തിരിച്ചു പറഞ്ഞു ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ ഭക്ഷണമാവും. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഐ ആം കുക്കിംഗ് റൈറ്റ് നോ, ഇറ്റ് വിൽ ബി റെഡി ഇൻ ഹാഫ് ആൻ അവർ. ഇതിനുപയോഗിച്ച ഇംഗ്ലീഷ് ഗ്രാമറിലെ ടെൻസ് ഏതാണ്? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ പോസിറ്റീവ് സെൻറ്റൻസ് സ്ട്രക്ചർ ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നെഗറ്റീവ് സെൻറ്റൻസ് സ്ട്രക്ചർ ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ല, പോസിറ്റീവ് ക്വസ്റ്റ്യൻ സെൻറ്റൻസ് സ്ട്രക്ചർ നിങ്ങൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണോ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ സെൻറ്റൻസ് സ്ട്രക്ചർ നിങ്ങൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലോ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യും. അതുപോലെ തന്നെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ റിയൽ ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്ന 6 ഡിഫറെൻറ്റ് സിനാരിയോസും അതുപോലെ തന്നെ അതിൻ്റെ എക്സാമ്പിൾസും ഈ വീഡിയോയിൽ കവർ ചെയ്യും. ഐ ആം കുക്കിംഗ് റൈറ്റ് നൗ, ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഐ ആം കുക്കിങ്ങിൽ ഐ എന്നുള്ള സബ്ജക്റ്റ്, ആം എന്നുള്ളത് ഒരു ഓക്സിലറി വെർബ്, കുക്കിംഗ് എന്ന് പറയുന്നത് വെർബിൻ്റെ ING ഫോമാണ്. അപ്പോൾ ഐ എന്ന് പറയുന്ന സബ്ജക്റ്റിന് പകരം ഡിഫറെൻറ്റ് അതർ പ്രൊനൗൺസ് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. യു, ദേ, വി, ഹി, ഷീ, ഇറ്റ്. ഈ ഡിഫറെൻറ്റ് അതർ പ്രൊനൗൺസ് ഈ ഐയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഈ സബ്ജക്റ്റിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഓക്സിലറി വെർബിൽ വരുന്ന മാറ്റമാണ് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത്. ഐ ആം വർക്കിംഗ്, ഐ വരുമ്പോൾ ആം വരും. യു, ദേ, വി വരുമ്പോൾ ആർ വരും. യു ആർ വർക്കിംഗ്, ദേ ആർ വർക്കിംഗ്. ഹി, ഷീ, ഇറ്റ് വരുമ്പോൾ എന്ത് വരും? ഈസ് വരും. ഹി ഈസ് വർക്കിംഗ് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ പോസിറ്റീവ് സെൻറ്റൻസ് സ്ട്രക്ചർ. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ. ഇനി ഇതിനെ നെഗറ്റീവ് ആക്കണം, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ല എന്നാക്കണം.